ഗൈസ്, വെൽക്കം ടു ഗിയർ ആൻഡ് സ്റ്റിയർ വിത്ത് മഹേശ്വർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രോൺ C3 ഷൈൻ ആണ്. ഇത് 2023 മോഡലാണ്. അപ്പം ഇപ്പോഴത്തെ വണ്ടികളിൽ നിന്ന് ഇപ്പോഴത്തെ സിട്രോണിന്റെ കാറുകളിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ വണ്ടിക്കുണ്ട്. അത് ഞാൻ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്കിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ആയിട്ട് ഇതിന്റെ ലോഗോ വരുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി ഈ DRLനോട് യോജിക്കുന്ന പോലെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, അതേപോലെ തന്നെയാണ് ഈ DRL കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷൻ മാത്രമായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഇത് ഹലോജൻ ആണ്. ഇവിടെ നമുക്ക് ഫൈബർ പാർട്സ് കാണാൻ സാധിക്കും. ഇത് എയർ ഡാം യൂണിറ്റ് പോലെ തോന്നും, പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ആണ്. എയർ ഡാം യൂണിറ്റ് വരുന്നത് ഇവിടെയും പിന്നെ ചെറിയൊരു ഇതും ഇത്രയാണ് എയർ ഡാം യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മറ്റേ പുള്ളിങ്ങിനുള്ള ഹുക്ക് ഇതിൻ്റെ അകത്താണ്. ഇവിടെ നോർമൽ വണ്ടി പോലെ അല്ല, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുള്ളി ഇതെടുക്കാനായിട്ട്, ഈ ക്യാപ്പ് തുറക്കാൻ. അങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ആൻറ്റിന് നമുക്ക് ഷാർക്ക് തന്നെ അല്ല വരുന്നത്, നോർമലായിട്ടുള്ള ആൻറ്റിനെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് കളറിലൊരു ഫൈബർ പാർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. സിട്രോൺ C3 ഷൈൻ എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ഫോഗ് ലാമ്പ് കിട്ടും. അല്ലാതുള്ള ബേസിക് ആയിട്ടുള്ള വണ്ടികളിലെല്ലാം നമ്മൾ എക്സ്ട്രാ ചെയ്യിക്കേണ്ടി വരും. ഇവിടെ ഒരു ക്രോം എലമെന്റ് കാണാം, അത് നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നതാണ് ക്രോം എലമെന്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഹെഡ്ലൈറ്റിന്റെ ഇവിടെ നോക്കിയാലും ഈ ഒരു DRL സൈഡിൽ സിട്രോണിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വരാം. ഇവിടെ നമുക്ക് ഇതിന്റെ മിറർ കാണാം. ഇത് അകത്തുനിന്ന് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മിറേഴ്സ് അല്ല, നമ്മൾ ഇങ്ങനെ മാനുവലി ചെയ്യുന്നതാണ്. പക്ഷെ എൻ്റെ വീടിന്റെ വഴിയിലോട്ട് കയറുന്ന ആ ഒരു വഴി കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചില സമയം മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ഗ്ലാസ് താത്തി മിറർ മടക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിട്രോണിന്റെ വണ്ടികളിൽ അത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ് മിറേഴ്സ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ വീല് കാണാം. വീല് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അലോയ് വീലാണ്, ഒരു സിൽവർ ബ്ലാക്ക് രീതിയിലത്തെ ഒരു അലോയ് വീലാണ്. 15 സൈസാണ് വീല് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫൈബർ മെറ്റീരിയൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. കൂടുതൽ വണ്ടികളിലും മിറേഴ്സിലാണ് കാണാറ്, പക്ഷെ ഇതിന്റെ അകത്ത് ഇത് 2023 മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡോറിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഫൈബർ പാർട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്രോം എലമെന്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് റെയിൽസും കാണാം. പിന്നെ ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2540 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് പ്രൊഫൈലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് വൈപ്പർ കാണാം. സാധാരണ ഒരു 2022 മോഡലുകളിൽ വൈപ്പർ ഇല്ലായിരുന്നു. 2023ലാണ് ഒരു വൈപ്പർ വെക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സിട്രോണിന്റെ ലോഗോ കാണാൻ സാധിക്കും. പക്ഷെ സിട്രോൺ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷനിലല്ല സിട്രോണിന്റെ സ്പെല്ലിങ് വരുന്നത്. പിന്നെ ഇവിടെ 2 ഡോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിന്റെ ലോഗോയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് നമ്മൾ വളരെ ക്ലോസപ്പ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സിൽവർ കളറിലല്ല, ഇതൊരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ലോഗോ വരുന്നത്. ഇവിടെ C3 എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാണാം. പക്ഷെ C കഴിഞ്ഞ് 3 നോക്കിയാലും ഇതേപോലെ തന്നെയാണ് 3യിലും വരുന്നത്. നമ്മൾ വളരെ ക്ലോസപ്പ് ആയിട്ട് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് 3യും വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ വൈപ്പറിന്റെ വാട്ടർ ഡിസ്പെൻസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമും കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഒരു ഫൈബർ മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് അതിന്റെ സെൻസേഴ്സ് കാണാം, ബാക്ക് റിവേഴ്സിന്റെ സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫൈബർ പാർട്ട്, പക്ഷെ ഒരു വൈറ്റ് എലമെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ റിഫ്ലക്റ്റേഴ്സും കൂടാതെ നമ്മൾ എക്സ്ട്രാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്ട്രാ ഒരു ക്രോം എലമെന്റ് ഇതിൽ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു എക്സ്ട്രാ ക്രോം എലമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസിലോട്ട് നോക്കാം. ബൂട്ട് ഓപ്പണിങ്ങിന്റെ ബട്ടൺ വരുന്നത് ഈ ലോഗോയുടെ നേരെ താഴെ ഇവിടെ ആയിട്ടാണ്. കണ്ടോ, ഈ ലോഗോയുടെ നേരെ താഴെ ആയിട്ടാണ് ബട്ടൺ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. 315 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതിന്റെ അടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ലെയർ വരുന്നുണ്ട്. അത് പൊക്കാനായിട്ട് ഇവിടെ ഒരു സ്ട്രാപ്പ് പോലത്തെ ഒരു സാധനം അത് ഇവിടെ കാണാൻ സാധിക്കും. അത് വെച്ച് നമുക്ക് ഇത് പൊക്കാം.
നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റീൽ കട്ട് അലോയിലാണ് സ്റ്റെപ്പിനിക്ക് വരുന്നത്. പിന്നെ അതിനുള്ള വീൽ ചേഞ്ചിങ്ങിനൊക്കെയുള്ള ടൂൾസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യാനുള്ള ഹുക്സും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് മാക്സിമം 3 kg എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ട്രേ വരുന്നുണ്ട്. ഈ ട്രേ വേണേൽ നമുക്ക് റിമൂവബിൾ ആണ്. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ബൂട്ട് പൊക്കിയാലും ഈ ഒരു സംഭവം കൂടെ പൊങ്ങും. പിന്നെ ഈ ബൂട്ട് അടച്ചു കഴിഞ്ഞാൽ ഇത് വലിച്ചാൽ പൊങ്ങാതിരിക്കാനായിട്ട് ഇവിടെയും പിന്നെ ഇവിടെയും ആയിട്ട് കുറച്ച് റബ്ബറിന്റെ യൂണിറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേ നമ്മൾ വണ്ടി ഓടുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഡിക്കി അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് ഇത് തടയും. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് ബൂട്ട് സ്പേസിന്റെ കാര്യം വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബാക്ക് ലൈറ്റ് നോക്കിയാലും ഇവിടെ റിവേഴ്സിന്റെ ഒരു ലൈറ്റ്, ഇവിടെ ഹലോജൻ തന്നെ, ഇത് ഫുൾ ഹലോജൻ ആണ്. ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ സിട്രോണിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ്. നമ്മുടെ ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് കാണാം. ഹോൺ ഒരു സ്ക്വയർ ഷേപ്പിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു സിൽവർ എലിമെന്റ് കാണാം. ഇവിടെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ 2023 മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കൺട്രോൾസ് മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. മീറ്ററിലോട്ട് നോക്കിയാലും ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. ഇതിപ്പോ അതിലും കുറച്ചും കൂടി ഒന്ന് ഇൻഫർമേഷൻസ് കുറഞ്ഞൊരു മീറ്റർ ആണ്. അത് ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഈ മീറ്ററിൽ നിന്ന് കിട്ടില്ല. ഇവിടെ നമുക്ക് ഇതിന്റെ AC വെൻസ് കാണാം. AC വെൻസിൽ നോക്കിയാലും ഒരു C തിരിച്ചിട്ട പോലത്തെ ഒരു പ്രത്യേക ഡിസൈൻ ആണ് AC വെൻസിന് വരുന്നത്. ഇവിടെ ഒരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് AC-യുടെ ഒരു കൺട്രോളാണ്. ഇവിടെയായിട്ട് നമുക്ക് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണാം. ഇത് 10.25 mm, അതായത് 26 cm ആണ് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ വലിപ്പം വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ AC കൺട്രോൾസ് കാണാം. AC കൺട്രോൾസ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ ടൈപ്പ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു റൊട്ടേറ്റബിൾ ടൈപ്പ് ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ 12 volt ചാർജിങ്ങിന്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ USB ചാർജിങ്ങും, ഇവിടെ ആയിട്ട് ഹസാർഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു സ്വിച്ച്. ഇത് പുറത്തെ എയർ അകത്തോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാറ്റുന്ന ഒരു സ്വിച്ചാണ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് കാണാം. പക്ഷെ ഇത് വയർലെസ് ചാർജിങ്ങിന്റെ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ വയർലെസ് ചാർജിങ് അല്ല ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഗിയർ നോക്കുമ്പോൾ ഒരു പ്രത്യേക യൂണിക്നെസ് ഉള്ള ഒരു ഗിയർ ആണ്. നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു ഗിയർ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റിനും ഒരു സിൽവർ എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്കിൽ ഒരു സിൽവർ എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ 2 സീറ്റുകൾക്കും, ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റിനും സീറ്റ് ബെൽറ്റിന്റെ അലാം വരുന്നുണ്ട്. പക്ഷെ ബാക്കിലത്തെ സീറ്റിന് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ലാമ്പ് കാണാം. ഈ ലാമ്പ് അത്യാവശ്യം വെട്ടം തരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ വരുന്നുണ്ട്. പക്ഷെ ഡ്രൈവർ സൈഡിൽ ഇപ്പൊ കുറച്ച് വണ്ടികളിൽ ഡ്രൈവർ സൈഡിലും മിറേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ അങ്ങനെ അത് തന്നിട്ടില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഇതിന്റെ കുറച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. ഇത് വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ആയിട്ട് ഇതിന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒരു ബട്ടൺ ആണ് ഇവിടെ വരുന്നത്. ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് ഇതിന്റെ ഹെഡ്ലൈനിന്റെ ഒരു കൺട്രോൾ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണും കാണാം. ഇതിങ്ങനെ പുൾ ചെയ്യുമ്പോൾ ബോണറ്റ് ഓപ്പൺ ആവും. പിന്നെ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. പക്ഷെ ഇപ്പോൾ പുഷ് സ്റ്റാർട്ടും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു സിൽവർ എലമെന്റ് കാണാം. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഈ സിൽവർ എലമെന്റ് ഒരു കണക്റ്റഡ് ആണെന്ന് തോന്നിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഓറഞ്ച് കളറായിട്ടും കിട്ടും. ഇവിടെ ആയിട്ട് ഒരു സിൽവർ എലമെന്റ് ഉണ്ട്. ഇവിടെ ചെറിയ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിൽ ഇവിടെയും പിന്നെ ഈ ഒരു സൈഡിലുമായിട്ട് ആംബിയൻ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് ഒരേ ഒരു കളറുള്ള ഒരു വാം കളറായിട്ടാണ് ആംബിയൻ ലൈറ്റ് വരുന്നത്. ഇവിടെ ഇതിന്റെ റിയർ വ്യൂ മിറർ കാണാം. രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ബാക്കിലത്തെ വണ്ടികൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് കറക്റ്റ് ആയിട്ട് അടിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട്
ഇത് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ വണ്ടികൾ ബ്രേക്ക് ലൈറ്റ് ഇട്ടാലും നമ്മുടെ കണ്ണിലേക്ക് ആ ലൈറ്റ് അടിക്കില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഈ മീറ്റർ ഓൺ ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് 18 വയസ്സാവാത്തത് കൊണ്ടും അച്ഛൻ്റെ ലൈസൻസ് അച്ഛൻ്റെ പോക്കറ്റിൽ തന്നെ ഭദ്രമായി ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എൻ്റെ ബാക്ക് സീറ്റിലോട്ട് പോകാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ഡോറാണ് ഇത് വരുന്നത്. ബാക്ക് സീറ്റിലോട്ട് കയറിയാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ്സ് എല്ലാം അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സിട്രോണിന്റെ ചില വണ്ടികളിൽ നമുക്ക് ഇവിടെ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാക്ക് സീറ്റിന്റെ ഇതിപ്പോ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഇതൊക്കെ ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാ ഹെഡ് റെസ്റ്റും ഇന്റഗ്രേറ്റഡ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ലിവറും ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ലിവർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഇവിടെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള, ബാക്കിലത്തെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. അവിടെ ആയിട്ടാണ് നമ്മുടെ വിൻഡോയുടെ ബട്ടൺസും വരുന്നത്. പിന്നെ അതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ USB 2 ചാർജേഴ്സിന്റെ സ്ലോട്ടും വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ബോണറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ബോണറ്റിൽ തന്നെയാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം. 115 Nm ടോർക്കും 109 bhp ഹോഴ്സ് പവറുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ടർബോ അല്ല, ടർബോയ്ക്ക് 205 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ വണ്ടീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് ഇവിടെ ഓയിൽ ചെക്ക് ചെയ്യുന്ന ലിവർ കാണാം. ഇവിടെ നമ്മുടെ വൈപ്പർ ഫ്ലൂയിഡ് ഒഴിക്കാനുള്ള ക്യാപ്പ്, കൂളന്റ്, അവിടെ ആയിട്ട് അതിന്റെ കുറച്ച് ഫ്യൂസ് ബോക്സ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം. അപ്പൊ ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ഇപ്പോഴത്തെ സിട്രോണിന്റെ കാറുകളിൽ നമുക്ക് ഇത് റിമോട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കീ ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഇതിന്റെ അൺലോക്കും ലോക്കും ബട്ടൺസ് കാണാം. ഇവിടെ സിട്രോണിന്റെ ഒരു ലോഗോയും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ കീ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിട്രോൺ C3 ഷൈനിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്നോട് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് Instagramൽ ചോദിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വണ്ടിയും അതിന്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ ഗുഡ് ബൈ.